ക്രിസ്തുവിൻ പ്രകാശം. പണ്ട് പണ്ട് ഫ്രാൻസ് രാജ്യം ഭരിച്ചിരുന്ന കോൺസ്റ്റാന്റിനോസ് രാജാവ്, അദ്ദേഹത്തിന് ഒരു 85 വയസ്സ് പ്രായമുള്ള കാലഘട്ടം. നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ജെറുസലേം രാജ്യം ഭരിക്കും അൾബ്രാത്ത് ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ തുർക്കുപടരും ഫ്രാൻസ് രാജ്യത്തേക്ക് ഒരു പടയോട്ടം നടത്തി. ആ പടയോട്ടത്തിൽ ക്രിസ്തുവിൻ്റെ തിരുശേഷിപ്പ്, അതുപോലെ തിരുവസ്ത്രം അടങ്ങുന്ന കിട്ടാവുന്ന അമൂല്യ വസ്തുക്കളെല്ലാം വലിച്ചുവാരി അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. തൻ്റെ രാജ്യത്തു നിന്ന് നഷ്ടപ്പെട്ട അമൂല്യ വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിന് അല്ലെങ്കിൽ പ്രതികരിക്കാനോ തനിക്കു ദൈവമേ സാധിക്കുന്നില്ല. 85 വയസ്സായ കോൺസ്റ്റാന്റിനോസ് രാജാവ് എങ്ങനെ പട നയിക്കും? അദ്ദേഹം ദൈവത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ഐശ്വര്യമുണ്ടായി. 2 മാലാഖമാരെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, തൻ്റെ കീഴ്രാജാവായി നാട്ടിലുള്ള കാർസ്മൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ 12 പടനായകർ പട നയിക്കാൻ കഴിവുണ്ട്, അവരെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തോട് താങ്കളുടെ ആ ദുഃഖം പങ്കുവെക്കുക. ഇത് കേട്ട വഴി ദൂതം വഴി കാർസ്മാൻ ചക്രവർത്തിയെ കൊട്ടാരത്തിൽ വരുത്തുകയും അദ്ദേഹത്തോട് തൻ്റെ രാജ്യത്തു നിന്ന് നഷ്ടപ്പെട്ട അമൂല്യ വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ അങ്ങാടും കൈമാറുകയും ചെയ്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വാസിയായ ക്രിസ്തുവിൻ്റെ അനുഭാവകയായ ഞാൻ, ക്രിസ്തു ദേവൻ എന്നെ അനുഗ്രഹിക്കും, നമുക്ക് നഷ്ടപ്പെട്ട അമൂല്യ വസ്തുക്കൾ വീണ്ടെടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ 12 പടനായകരും സംഘവും ഫ്രാൻസിലേക്ക് യുദ്ധത്തിനായി പുറപ്പെടുകയും ചെയ്യുന്നു. ദൂതം വഴി കുരിശ് യുദ്ധത്തിന് തയ്യാറായിക്കോ എന്നുള്ള അറിയിപ്പും ജെറുസലേം രാജാവിന് നൽകുകയും ചെയ്തു. ഫ്രാൻസിൻ്റെ അതിർത്തിയിൽ ഘോരമായ യുദ്ധത്തിന് ശേഷം ഫ്രാൻസിലെ കൊടി നാട്ടാൻ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടി. കാർസ്മൻ ചക്രവർത്തിയും ഭടന്മാരും 12 അംഗരക്ഷകരും വിജയിക്കുകയും തുർക്ക് പട്ടാളം പരാജയപ്പെടുകയും ചെയ്തു. തൻ്റെ രാജ്യത്ത് നിന്ന് നഷ്ടപ്പെട്ട അമൂല്യ വസ്തുക്കൾ വീണ്ടെടുത്ത് ഫ്രാൻസിലേക്ക് മടങ്ങുകയും ചെയ്തു. ഫ്രാൻസിലെത്തിയ കാർസ്മൻ ചക്രവർത്തിയെ കോൺസ്റ്റാന്റിനോസ് രാജാവ് അഭിനന്ദിക്കുകയും തൻ്റെ കിരീടം കാർസ്മാനെ കിരീടധാരണ നടത്തുകയും തൻ്റെ ചെങ്കോൽ കാർസ്മാൻ ചക്രവർത്തിക്ക് കൈമാറുകയും ഫ്രാൻസിൻ്റെ അധിപതി രാജാവായി വാഴിക്കുകയും ചെയ്തു.
എങ്ങും പൂകൾ നിറയുന്ന ഫ്രാൻസൈ നഗരിൽ 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 പൊങ്കലായി വാഴുകില്ല തങ്കാമൂട്ടിയലജൻ പൊങ്കലായി വാഴുകില്ല തങ്കാമൂട്ടിയലജൻ ആണ്ടോനാരുൾ പടിങ്ങി മണ്ഡലാമീതിലെങ്കും ആണ്ടോനാരുൾ പടിങ്ങി മണ്ഡലാമീതിലെങ്കും കൊണ്ടണി വീരകളെത്തുണ്ടായി ദൂരത്തിടുവൻ കൊണ്ടണി വീരകളെത്തുണ്ടായി ദൂരത്തിടുവൻ എങ്കും പൂകൾ ചിറയുന്ന ഫ്രാൻസൈ നഗരിലെങ്കും പൂകൾ ചിറയുന്ന ഫ്രാൻസൈ നഗരിൽ ഒന്നേനായി വാഴുകില്ല തങ്കാമുടിയല് ഒന്നേനായി വാഴുകില്ല തങ്കാമുടിയല് അപ്രിയതാം നഗരത്തികളിതാം പരിൽ പൂകൾ ചിറയുന്ന പ്രാന്തൈകാധിപതിയാ പരിൽ പൂകൾ ചിറയുന്ന പ്രാന്തൈകാധിപതിയാ പർവേന്ദ്രൻ പുകൾ സത്യ പൗണ്ടേന്ദ്രൻ നല്ല പാർവേന്ദ്രൻ പുകൾ സത്യ പൗണ്ടേന്ദ്രൻ നല്ല പാർവേന്ദ്രൻ പുകൾ സത്യ പൗണ്ടേന്ദ്രൻ നല്ല പാർവേന്ദ്രൻ പുകൾ സത്യ പൗണ്ടേന്ദ്രൻ അഹോരം സേവക ശരണം ശരണമയ്യ സ്വാമി சீக்கிரமாச்சு நமது மந்திரி கலலோனை அழைத்து வரியாகே அருள்படியை அழைத்து வருகிறோம் ஐயா சுவாமி. അൽബ്രാദ് ചക്രവർത്തിക്ക് ഒരു മകനുണ്ട്. മകൻ്റെ പേര് പേരമ്പ്രാസനാണ്. പിന്നെ യുദ്ധവീരനുമാണ്. കാറൽമാൻ ചക്രവർത്തിയും അൽബ്രാദുമായിട്ട് യുദ്ധം നടന്നിട്ട് ആ യുദ്ധത്തിൽ അൽബ്രാദ് തോറ്റു. ആ വിവരം അറിഞ്ഞ് മകന് വല്ലാത്ത വിഷമമായി. അപ്പോൾ അങ്ങനെ വിടാൻ പറ്റില്ല. മകൻ ഫ്രാൻസിൻ്റെ അതിർത്തിയിലേക്ക് പടനായകന്മാരെ വിളിച്ച് യുദ്ധത്തിന് പുറപ്പെടുകയും അവിടെ ചെന്ന് താവളടിച്ച് യുദ്ധദൂത് കൊടുത്ത് വിട്ട് കാറൽമാൻ യുദ്ധദൂത് കൊടുത്ത് വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് പോകാൻ മരുമകനായ റോൾദോനോട് പറയും. റോൾദോ അത് അനുസരിക്കില്ല. റോൾദോ പറയും, ഇതിന് തൊട്ടു മുമ്പ് നടന്ന യുദ്ധത്തിൽ എന്നെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ പറഞ്ഞ് പോയ ആളുകളെ വിട്ടാൽ മതി, ഞാൻ പോകുന്നുണ്ടാകുന്നു. അത് കേട്ടപ്പോൾ അങ്ങനെ ദേഷ്യം തോന്നി ചെങ്കോലെടുത്ത് അവൻ്റെ തലക്കടിച്ച്, റോൾദോൻ്റെ തലക്കടിച്ച് തല പൊട്ടി. അപ്പോൾ ദേഷ്യം വന്നിട്ട് റോൾദോ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉടവാളെടുത്ത് വെട്ടാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് അടുത്ത് നിന്നവരൊക്കെ കൂടെ പിടിച്ചു മാറ്റി. പിന്നെ പോകാനായിട്ട് ഭാര്യമാരിൻ്റെ ഒരാൾ ഒലിവേർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇവിടെ എന്നിട്ട് യുദ്ധത്തിന് പോകാൻ തയ്യാറായിരിക്കുന്നു. ഇങ്ങനെ ഒലിവേർ യുദ്ധത്തിന് പുറപ്പെട്ട് ഇവിടെ വന്ന് പേരമ്പ്രാസ് കാണുന്നത് ഒലിവേറിനെയാണ്. ഒലിവേർ എന്ന് വെച്ചാൽ വളരെ മെലിഞ്ഞ മനുഷ്യനാണ്. നമ്മൾ ഈ പേരമ്പ്രാസ് എന്ന് പറഞ്ഞാൽ നല്ല അജാനുഭാവമാണ്, ഇത് യുദ്ധവീരനാണല്ല. അപ്പോൾ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, നീയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കണേ, അപ്പം അതുകൊണ്ട് നീ യുദ്ധം ചെയ്താലൊന്നും ജയിക്കില്ല, നീ തോറ്റു പോകും, നീ വന്ന വഴിക്ക് പോ എന്ന് പറയും. അത് വേണ്ട, നീ വാചകം അടിക്കാതെ യുദ്ധത്തിന് തയ്യാറാവും എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, അപ്പോൾ നിനക്ക് എൻ്റെ പടച്ചട്ട എടുത്ത് വെക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞ്, അവൻ വാഴ്ത്തല കൊണ്ട് പടച്ചട്ട അവിടെ വീതി വെച്ച് ഇരിപ്പുണ്ടായി, പൊക്കി എടുത്തായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് പേരമ്പ്രാസിന് ആള് മോശക്കാരനല്ലാന്ന് മനസ്സിലായി. ആ യുദ്ധത്തിന് കഴിഞ്ഞാൽ നീ അഥവാ ജയിക്കുകയാണെങ്കിൽ അത് നിൻ്റെ കഴിവുകൊണ്ടായിരിക്കില്ല, അത് നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കഴിവുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് യുദ്ധത്തിന് അഥവാ ജയിച്ചു കഴിഞ്ഞാൽ നിന്നെ
നിൻ്റെ മതത്തിൽ ചേരാൻ ക്രിസ്തു മതം സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങി കുറേ അധികം സമയം കഴിഞ്ഞ് പരിക്കൊക്കെ പറ്റി, ഇവർക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റി. അവസാന യുദ്ധത്തിൽ പേരമ്പ്രാസ് തോറ്റു കഴിഞ്ഞപ്പോൾ അവശനായി കിടക്കുകയാണ്. ഇവൻ നീതിമാനായതുകൊണ്ട് അവന് വെള്ളമൊടിച്ചു കൊടുക്കാൻ, പേരമ്പ്രാസിന് വെള്ളമൊടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി ഇടയ്ക്ക് വെച്ച് തുർക്കി പട്ടാളം ഇവനെ പിടിച്ചുകൊണ്ടുപോയി. അത് പേരമ്പ്രാസ് ഈ വലിയവരനെ കാണാതായപ്പോഴേ സാറന്മാരുടെ പ്രവൃത്തി ആളെ വിടുന്നു എന്താണെന്ന് അന്വേഷിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പേരമ്പ്രാസിനെ കണ്ടു. പേരമ്പ്രാസ് ഈ വിവരമൊക്കെ പറഞ്ഞു. ഇങ്ങനെ എനിക്ക് വെള്ളം എടുക്കാൻ പോയതാണ്, അതിനോട് ഞാൻ ഇങ്ങനെയുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ പേരിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ തുർക്കി പട്ടാളം അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. சரணமையா சுவாமி, என்னை அழைப்பித்தோடு செய்தி என்னதென்று சொல்கிறோ? மந்திரி, நமது நாட்டு வளர்மகள் எல்லாம் நான் அறி நன்றாய் சொல்வியாக. அருள்படியை சொல்கிறோம் ஐயா சுவாமி. மகிமை மீகோ பிராம் செய்னா கேராடும், மகிமை மீகோ பிராம் செய்னா கேராடும், மகிமாதியே எல் தலைவா சுவாமி, மகிமாதியே எல் தலைவா சுவாமி. தன்னமி கோதி வளருணா கேராமெங்கும், தன்னமி கோதி வளருணா கேராமெங்கும், தங்கமை சேரும் பூரணாமல் சுவாமி, தங்கமை சேரும் பூரணாமல் சுவாமி, தங்கமை சேரும் பூரணாமல் சுவாமி, தங்கமை சேரும் பூரணாமல் சுவாமி. பூஜா ஜெபம் புகழ்ந்திடும் நேரவர், பூஜா ஜெபம் புகழ்ந்திடும் நேரவர், புவியில்லொரு மன்னமாதாகே சுவாமி, புவியில்லொரு மன்னமாதாகே சுவாமி. இந்த வீரம் நகரவல்லுமை நானும், இந்த வீரம் நகரவல்லுமை நானும், இயம்புகிறே காட்டி பாண்டின்றே சுவாமி, இயம்புகிறே நாடி பாண்டின்றே சுவாமி, இயம்புகிறே நாடி பாண்டின்றே சுவாமி, இயம்புகிறே நாடி பாண்டின்றே சுவாமி. அகோவாரம் சேவகா சரணம். சரணம் ஐயா சுவாமி. இந்த காகிதத்தை நமது நகரில் இருக்கும் தூதனிடம் கொடுப்பையாக. அருள்படியே செய்கிறோம் ஐயா சுவாமி.
ഫെർബ്രാസ് രാജകുമാരൻ്റെ ഒരേ ഒരു പെങ്ങളാണ് ഫ്ലോരിപ്പത്ത് രാജകുമാരൻ. ഫ്ലോരിപ്പത്തിനൊരു ഇഷ്ടമുണ്ട്, അതായത് ഗോയ്തേർ കുഞ്ഞായിരുന്നു. ഗോയ്തേർ കുഞ്ഞെന്ന് പറഞ്ഞാൽ കാർസ്മാന്റെ 12 ഭാര്യമാരിൽ ഏറ്റവും സുന്ദരനാണ്. ഇത് അറിയാവുന്ന ഫെർബ്രാസ് കാർസ്മാനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഗോയ്തേർവിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഫ്രാൻസിലേക്ക് യുദ്ധത്തിന് പോയി. ഫ്രാൻസിലേക്ക് യുദ്ധത്തിന് പോയിട്ട് കാർസ്മാന്റെ ഭാര്യമാരിൽ ഒരാളായ ഒലിവേരുമായുണ്ടായ യുദ്ധത്തിൽ ഫെർബ്രാസ് ദയനീയമായി പരാജയപ്പെട്ടു. മുറിവേറ്റ് കിടക്കുന്ന ഫെർബ്രാസിന് വേണ്ടിയിട്ട് ഒലിവേര് വെള്ളം എടുക്കാൻ പോയി. വെള്ളം എടുക്കാൻ പോകുന്ന വഴിക്ക് ഒലിവേരിനെ തുർക്കി സൈന്യം പിടിച്ചുകൊണ്ട് പോയി. തുർക്കി സൈന്യം പിടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതറിഞ്ഞ കാർസ്മാൻ ചക്രവർത്തി തൻ്റെ 5 ഭാര്യമാരെ കൂടി പറഞ്ഞയക്കുന്നു ഒലിവേരിനെ രക്ഷിച്ചു കൊണ്ടുവരാനായി. വേഷം മാറി കച്ചവടക്കാരുടെ വേഷത്തിലാണ് അവർ തുർക്കി രാജ്യത്ത് ചെല്ലുന്നത്. ഇത് അറിഞ്ഞ അൽബ ചക്രവർത്തി അവരെ തടവിലാക്കി കഴിഞ്ഞ് ഈ കൂട്ടത്തിൽ ഗോയ്തേർ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ ഫ്ലോരിപ്പ അവരെ രക്ഷപ്പെടുത്തി തൻ്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കുക. ഫ്ലോരിപ്പയുടെ കൊട്ടാരം തുർക്കി സൈന്യം വളഞ്ഞ് ഭയങ്കരമായ യുദ്ധം നടക്കി. യുദ്ധം നടന്നു കഴിയുമ്പോൾ ഭാര്യമാരോട്ട് തോക്കണമില്ല, അവർക്ക് പുറത്തിറങ്ങാനും പറ്റണില്ല, തുർക്കി സൈന്യം പിൻവാങ്ങണമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണം തീർന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം തുർക്കി സൈന്യം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ ഭക്ഷണം മോഷ്ടിക്കാൻ പോയി. ഭക്ഷണം മോഷ്ടിച്ചു കൊണ്ടിരുന്ന വഴിക്ക് ഗോയ്തേർ കുഞ്ഞിനെ തുർക്കി സൈന്യം പിടിച്ച് അവരെ ഗോയ്തേർ കുഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഗോയ്തേർ കുഞ്ഞ് തൂക്കി കൊല്ലാൻ കൽപ്പിക്കുകയും. ഗോയ്തേർ കുഞ്ഞിന് വേണ്ടി കഴുമരം പണിതുകൊണ്ടിരിക്കുമ്പോൾ കാർസ്മാൻ ആദ്യം പോയ അവരെ കാണാതെ റോൾദോന്റെ നേതൃത്വത്തിൽ അടുത്ത 6 പേരെ കൂടി പറഞ്ഞയക്കും. അവർ തുർക്കി രാജ്യത്ത് എത്തുമ്പോഴേക്കും ഗോയ്തേർ കുഞ്ഞിന് വേണ്ടി കഴുമരം പണി തീർന്ന് കുരുക്ക് കഴുത്തിൽ മുറുക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്ന സമയത്ത് ഭാര്യമാരിൽ ഒരുവാനായ റിച്ചാർഡ് കഴുമരം മുറിച്ച് ഗോയ്തേർ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഭയങ്കരമായ യുദ്ധത്തിൽ അൽബറ ചക്രവർത്തി കൊല്ലപ്പെട്ടു. തിരിച്ച് നാട്ടിലെത്തിയ ഫെർബ്രാസും ഫ്ലോരിപ്പസും ജ്ഞാനസ്നാനം സ്വീകരിക്കും. ഫ്ലോരിപ്പയെ ഗോയ്തേർ കുഞ്ഞിനെ ചക്രവർത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എന്റെ ചെയ്പോകൾ പാടൈ തൽനാത്തനോ മേച്ചൽ 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 നാത്തരെ കൊണ്ടിനാവേ എങ്ങൾ മണ്ഡലാതി ബൽവാരാ നാത്തരെ കൊണ്ടിനാവേ എങ്ങൾ മണ്ഡലാതി ബൽവാരാ എന്റെ ചെയ്പോകൾ പാടൈ തൽനാത്തനോ മേച്ചൽ
തരികിട തക തരികിട തക തിങ്ങിനാം തക തിത്തിത്തൈ തരികിട തക തരികിട തക തിങ്ങിനാം തക തിത്തിത്തൈ തരികിട തക തരികിട തത്തരീംഗ തക തരീംഗ തത്തം തരികിട തിളങ്ക തിളങ്ക തത്തരീംഗ തത്തിളങ്ക തരികിടതം തരികിടതം തരികിടതം. അഹോയൻ സേവുക, ശരണം ശരണമയ്യ സ്വാമി. சீக்கிரமாய் சென்று நமது மந்திரி பாத்திஷாவை அழைத்து வருகிறோம். அருள்படி அழைத்து வருகிறோம் ஐயா சுவாமி. കാർമാൻ ചക്രവർത്തിക്ക് ഒരു പെങ്ങളുണ്ട്. പെങ്ങൾ ബേഡത്തെ മിലാം പ്രഭുവും പ്രണയത്തിലായിരുന്നു. ഈ വിവരം കാർമാൻ ചക്രവർത്തി അറിയും. കാർമാൻ ചക്രവർത്തി ഇവളെ പിടിച്ച് പുറംകടന്നു. ഈ സമയം ഇവള് ഗർഭിണിയാണ്. മിലാം പ്രഭു നേരെ തന്നെ ആ രാത്രി തന്നെ ഇവളെ കിടത്തും. പുറങ്ങിന്ന് കിടത്തിയിട്ട് ഇറ്റലിയുടെ അതിർത്തിയിൽ ഒരു ഗുഹയിൽ താമസമുറപ്പിക്കും. അങ്ങനെ നാളുകൾ കഴിഞ്ഞ് അങ്ങനെ ഇവർ മിലാം പ്രഭു ഭക്ഷണത്തിനായി പോവും, ഭക്ഷണം കൊണ്ടുവരും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നാളുകളിന് ശേഷം ഇവൾ പൂർണ്ണ ഗർഭിണിയാകുകയും പൂർണ്ണ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഭക്ഷണത്തിന് വേണ്ടി വീണ്ടും പോകുന്നത്. പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് പാറയുടെ സൈഡിൽ കുടുങ്ങിക്കിടക്കുന്ന കൊച്ചി, സ്വന്തം കൊച്ചി, ബേഡത്തെ പ്രസവിച്ച കൊച്ചി ഉരുണ്ട് വന്ന് വീണ് കിടക്കുക. അങ്ങനെ മിലാം പ്രഭു ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഗുഹയിലേക്ക് പോയി. അവർക്ക് പേരിടും റോൾദോൻ എന്ന്. അങ്ങനെ റോൾദോൻ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഭക്ഷണത്തിനായി മിലാം പ്രഭു പോകുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഒരു ദിവസം ഭക്ഷണത്തിനായി പോകുന്ന സമയത്ത് അവിടെ പുഴ നീന്തി കിടന്നിട്ട് വേണം ഭക്ഷണത്തിന് പോകാനായിട്ട്. അങ്ങനെ ആ പുഴയിൽ നല്ല ഒഴുക്കുള്ള സമയത്താണ് മിലാം പ്രഭു പുഴ നീന്താൻ പോകുന്നത്. അങ്ങനെ നീന്തി ആ ഒഴുക്കിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലി തെന്നി പുഴയിലേക്ക് പോകും. അങ്ങനെ ആള് മരിക്കുകയാണ് അവിടെ. വീണ്ടും ഇവരുടെ ജീവിതമായി റോൾദോനും ബേഡത്തെയും കൂടിയുള്ള ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. റോൾദോന ആയുധവിദ്യയും അക്ഷരവിദ്യയൊക്കെ പഠിപ്പിക്കുന്നത് ബേഡത്തെ തന്നെയാണ്. ബേഡത്ത എല്ലാ ഫൈറ്റും പഠിച്ചോളാം. അങ്ങനെ പഠിച്ച് ഇവൻ വളർന്ന് എല്ലാ ആയുധവിദ്യയും എല്ലാം പഠിച്ച് ഒരു ദിവസം പിന്നെ ഭക്ഷണത്തിന് പോകുന്നത് റോൾദോന അങ്ങനെ ഭക്ഷണത്തിന് പോയി ഒരു ദിവസം കയറുന്നത് കാർമാൻ്റെ കൊട്ടാരത്തിലാണ്. കാർമാൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവിടുത്തെ പടയാളികൾ ഇവനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഇവൻ്റെ വാളിവൻ ഊരും. വാള് ഊരിയിട്ട് വാളെന്ന് വെച്ചാൽ ഈ വാള് അമ്മ കൊടുത്തേക്കുന്ന വാളാ. വാളിൻ്റെ വാളിൻ്റെ ഒരു പേരുണ്ട്, ദുരന്തൻ. ആ വാളെടുത്ത് ഇവൻ വീശി എല്ലാവരെയും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് തോപ്പിക്കുന്നവരാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് തോപ്പിച്ച് ഭക്ഷണവും കൊണ്ട് പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ കാർമാൻ ചക്രവർത്തി അറിയും. കാർമാൻ ചക്രവർത്തി നേരെ ഇവനാരാണെന്ന്, ഇത്രയും ആൾക്കാരെയൊക്കെ യുദ്ധം ചെയ്ത് തോപ്പിക്കണോ ഇവൻ ആരാണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഇവൻ കാർമാൻ ചക്രവർത്തി പടയാളികളെ വിട്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴറിയണേ സ്വന്തം സഹോദരിയുടെ മകനാണ് റോൾദോൻ. അങ്ങനെ കാർമാൻ ചക്രവർത്തിയുടെ മനസ്സലിഞ്ഞ് നേരെ സഹോദരനെയും അതുപോലെ തന്നെ റോൾദോനെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് റോൾദോനെ നല്ല പടയുണിപ്പും അതുപോലെ തന്നെ കിരീടവും ഒക്കെ കൊടുത്ത് അവനെ ആ കൊട്ടാരത്തിൻ്റെ പടത്തലവനായിട്ടാണ് നിയമിക്കുന്നത്. 12 ഭാര്യമാരിൽ ഒരുവനായിട്ട് ഇവനെ നിയമിച്ച് അങ്ങനെ റോൾദോൻ ആ കാർമാൻ ചക്രവർത്തിയുടെ പടത്തലവനായി മാറും.
உள்ளம் தன்னில் என்னை இதமுடல் வரவழைத்தா என்னதல் அருளும் சுவாமி கிணற்கடல் அடியே போச்சே திடமுடன் எங்கப்பட்ட மிச்சங்கள் யாவும் விடைபடிய பாலனங்கள் செய்துமேவும் அதிமகிமை சிறைந்த எந்தல் சச்சிவனான அன்பனேங்கே நமது நகர் செய்தியெல்லாம் க்ஷேமமதோ க்ஷாமமதோ எப்படியோ எனதிடத்தில் இதமுடன் இயம்புவீரே தகிரகிதந்தம் தகதிந்தம் தகதமிதா தையத்தாதம் தகதமிதம் அருள்படி சொல்கிறோம் ஐயா சுவாமி. பாருமையா சுவாமி, இந்த காகிதத்தை காரஸ்மான் ராஜன் தந்து விட்டுறேன்.
മന്നനെങ്കിലതോ ചെറു ചെല്ലയില്ലേക ഇന്നെല്ലാം പുകൾ മന്നനെങ്കിലതോ ചെറു ചെല്ലയില്ലേക ഇന്നെല്ലാം പുകൾ മന്നനെങ്കിലതോ ചെറു ചെല്ലയില്ലേക ഇന്നെല്ലാം പുകൾ മന്നനെങ്കിലതോ ചെറു ചെല്ലയില്ലേക ആ ചെറു ചെല്ലയില്ലേക ഇന്നും പടയുടനെ തരുണം തുനിനായി ചെറു ചെല്ലയില്ലേക ഇന്നും പടയുടനെ തരുണം തുനിനായി ചെറു ചെല്ലയില്ലേക ഉന്നിത നവ അണ്ണക്കർ മധുரை ഉന്നിത നവ അണ്ണക്കർ മധുரை ഉത്തമൻ ചേർപ്പണി ചെയ്തലയം മുறை ഉത്തമൻ ചേർപ്പണി ചെയ്തലയം മുறை മന്നനും മകമാതനമാർക്കും മല്ലരജൻ പടை കൊണ്ടതിനേക മന്നനും മകമാതനമാർക്കും മല്ലരജൻ പടை കൊണ്ടതിനേക ഇന്നിലമ്പുകൾ മന്നന്റെ പിരതോ ചെല്ലയില്ലേക ഇന്നിലമ്പുകൾ മന്നന്റെ പിരതോ ചെല്ലയില്ലേക ആ ചെല്ലയില്ലേക ഇന്നും പടയുടനെ തരുണമിനാർ 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 ചെല്ലയില്ലേക പഞ്ചമദേകി പൊന്നവും ചഞ്ചലമില്ലേ പഞ്ചമദേകി പൊന്നവും ചഞ്ചലമില്ലേ പഞ്ചമദേകി പൊന്നവും ചഞ്ചലമില്ലേ പഞ്ചമദേകി പൊന്നവും ചഞ്ചലമില്ലേ വെട്ടം പഞ്ചവർ ചിരസൈ താങ്കൾ കുഞ്ചിടുവേനോ വെട്ടം പഞ്ചവർ ചിരസൈ താങ്കൾ കുഞ്ചിടുവേനോ തന്നെ തന്നെ തനിനായി 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 അന്നത്തെയും വരപ്പരത്തനാളും ആണ്ടിടും വരനേ അന്നത്തെയും വരപ്പരത്തനാളും ആണ്ടിടും വരനേ ഉனை വേണ്ടിടും തിടനേ 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 കന്നത്ത ചെല്ലുവൈ തന്നിൽ മതി തന്നെ കർക്കവാന്തവാ ചെല്ലുവை തന്നിൽ മരിത്തனை கரவாந்தவா விலை தீர்க்க வாந்தவா 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 அனத்தையும் வர பரத்த நாளும் ஆண்டிடும் வரலே அனத்தையும் வர பரத்த நாளும் ஆண்டிடும் வரலே உன்னை வேண்டிடும் திடனே 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 கனத்த செல்லுவை தன்னில் மரித்தனை காத்த வாங்கவா கனத்த செல்லுவை தன்னில் மரித்தனை காத்த வாங்கவா விலை தீர்க்க வாங்கவா விலை தீர்க்க வாங்க
കാർസ്മാൻ ചക്രവർത്തി ഭയങ്കര പ്രശസ്തിയോടെ ഭയങ്കര ഇതായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ്. അപ്പോൾ ഈ സമയത്ത് ഈ കാർസ്മാൻ ചക്രവർത്തി ഭരിക്കുന്ന ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യമായ അൽമീനിയ എന്നൊരു രാജ്യമുണ്ട്. അവിടെ ഭരിക്കുന്നത് മസീനി എന്ന് പറഞ്ഞ രാജാവാണ്. ഈ മസീനി രാജാവ് അവിടുത്തെ ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടത്ത് ഇവർ ഈ കാർസ്മാൻ ചക്രവർത്തി എടുത്ത് വന്നിട്ട് സഹായം ചോദിച്ചു. ഈ സഹായം ചോദിക്കുന്ന സമയത്ത് ഇവരെ കഷ്ടപ്പാടാന്ന് കഴിഞ്ഞപ്പോൾ ഈ കാർസ്മാൻ ചക്രവർത്തി യുദ്ധം പ്രഖ്യാപിക്കുന്നു. അൽമേനിയയിൽ യുദ്ധം പ്രഖ്യാപിച്ച ഈ മസീനി രാജാവ് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന ഭയങ്കര പ്രശസ്തിയും ഭയങ്കര ഇതുള്ള രാജാവാണ് കാർസ്മാൻ. ഈ ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കാർസ്മാൻ ചക്രവർത്തിയുടെ ഒരു മന്ത്രിയുണ്ട്, ഗലലോൻ എന്നാണ് പേര്. ഈ ഗലലോൻ നേരെ ഈ മസീനി രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആരുമില്ല. ഈ കാർസ്മാൻ ചക്രവർത്തിയുടെ 12 ഭാര്യമാരുണ്ട്. അവരാണ് ഈ കാർസ്മാൻ ചക്രവർത്തിയുടെ ഭയങ്കര ശക്തി. അപ്പോൾ അവരെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഈ തിരിച്ച് നേരെ കാർസ്മാൻ ചക്രവർത്തി വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സന്ധി ചർച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സന്ധി ചർച്ചയിൽ ഇങ്ങനെ രാജ്യത്തിൻ്റെ ഒരു അതിർത്തിയിൽ 12 പേരെ ആയുധങ്ങളൊന്നുമില്ലാതെ വിടണം. അവർ പോയി ചർച്ചയിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാർസ്മാൻ വിചാരിച്ച് ഈ സംഭവം വലിയ ഒരു യുദ്ധം ഒഴിവാക്കാലെന്നുള്ളതിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് അവർ 12 പേര് പോണ ടൈമിൽ ഈ കാർസ്മാൻ ചക്രവർത്തിയുടെ ഒരു മരുമകനുണ്ട്, റോൾദോൻ എന്നാണ് പേര്. ഈ റോൾദോൻ ദുരന്താന്നൊരു വാളുണ്ട് റോൾദോൻ്റെ കയ്യിൽ. ഈ വാള് ജനിച്ചപ്പോൾ തന്നെ ഉള്ള വാളാണ് റോൾദോൻ്റെ കൂടെ. അപ്പോൾ ഈ റോൾദോൻ പറഞ്ഞാൽ ദുരന്തം ഞാനിവിടെ വെച്ചിട്ട് പോകില്ല, ഇതെൻ്റെ ഇതാണെന്നുണ്ട് ദുരന്തം കയ്യിലെടുക്കും. അങ്ങനെ കയ്യിലെടുത്തിട്ട് ഇവർ അവിടെ ചെല്ലുമ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാത്തിക്കുന്നത് മസീനി രാജാവിൻ്റെ നേതൃത്വത്തിൽ ഭയങ്കര സൈന്യമാണ്. ഈ സൈന്യം അവിടെ അവരെ വളഞ്ഞ് പിന്നെ അവിടെ യുദ്ധമായി 11 പേരെ അതിക്രൂരമായ രീതിയിൽ കുതിര ഉണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചക പല രീതിയിലൊക്കെ ആയിട്ട് തീ തള്ളി കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ അവരെ വലിച്ച്. അപ്പോൾ ഈ റോൾദോൻ മാത്രം ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് കുറേ പരിക്കേറ്റി റോൾദോനെ ആവശ്യമായി. അപ്പോൾ ഈ റോൾദോൻ ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് പോകുന്ന സമയത്ത് റോസ് പാലസ് എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ഈ മലയുടെ അടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്ഷീണിതനായിട്ട് ഈ കുതിരപ്പുറത്തൊന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഈ ദുരന്താൻ റോൾദോൻ കുത്തി ഒരു പാർക്കൽ മറിക്കി. എന്നിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ എന്നെക്കാളും വലിയൊരു ശക്തനായ ഒരു പോരാളി വരുമ്പോൾ അവർ മാത്രമേ ഈ സാധനം ഊരെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഫ്രാൻസിൽ ഇപ്പോഴും ഉണ്ടത് ഈ സംഭവം. ഈ വാളുണ്ട് ഊരെടുക്കാൻ പറ്റുന്നത്. അതുകഴിഞ്ഞിട്ട് ഈ സംഭവം ഒരു കാഹളുണ്ട്. ഈ കാഹളെടുത്തിട്ട് റോൾദോൻ ഊതുന്നു. അപ്പക്കടമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഊതുന്ന സംഭവം ഇതാണ് കാഹളെന്ന്. ആ ഊതി കഴിയുമ്പോൾ ഇത് കാർസ്മാൻ ചക്രവർത്തി കേൾക്കും. ഇത് കേൾക്കുമ്പോൾ പറയും ഇത് ഇങ്ങനെ മരുമോൻ്റെ സംഭവമുള്ള എന്ന് പറയുമ്പോൾ ഈ മന്ത്രി പറയുമ്പോൾ അതല്ല അത് എന്ന് പറയാം, അത് അങ്ങനല്ല എന്ന് പറയുമ്പോൾ 2ാമതും 3ാമതും കേൾക്കും. ഇത് കേൾക്കുമ്പോൾ നേരെ ഭയങ്കര സൈന്യമായിട്ട് നേരെ അങ്ങനെ തിരിക്കും. തിരിച്ചു കഴിയുമ്പോൾ റോസ് പാലത്ത് മലയുടെ അടിയിൽ റോൾദോൻ ഇങ്ങനെ മരിച്ചിറക്കുന്നു. 11 പേര് അവിടെ മരിച്ചിറക്കുന്നു. പിന്നെ അവിടെ യുദ്ധമാവാണ്, മസീനയായിട്ട് യുദ്ധമാണ്. യുദ്ധമായി കണ്ട് മസീന വധിക്കും. മസീന വധിച്ച് ആ രാജ്യം കീഴടക്കി ഇവർ 12 പേരെ ഭാര്യമാരെ ഈ ബോഡിയായിട്ട് തിരിച്ച് വന്ന വാടനെ ഗലോൻ മന്ത്രിനെ പിടിച്ച് ഗലോൻ തൂക്കിലേറ്റ് കൊല്ലണം. ചതിനാളാ മന്ത്രി, ഭയങ്കര ചതിനാണ് ചെയ്തത്. അപ്പോൾ അത് തൂക്കി കൊന്നിട്ട് ഈ 12 പേരെ ക്രിസ്തീയ മതത്തിൻ്റെ ആചാരപ്രകാരം അങ്ങനെ സംസ്കരിച്ച്.
மகிமை மிகோ பிராம் செய்நகேராழும் மகிபதியே எல் தலைவா சுவாமி தன்னமிகுதி வளரு நகராமெங்கும் தகமை சேரும் പൂരണമൽ സ്വാമി ഭൂതലത്തിൽ മേവും നരകളെല്ലാം പൂരണമായി വാഴ്ന്നിരിപ്പേൻ സ്വാമി അതിപുകൾ ചേർ പ്രാം സൈനകേരാഴും മഹിപതിയെ നൽ ചെയ്തിയെ കേൾ സ്വാമി പൂജാ ജപം പുകഴ്ത്തിടും നേനവ പുവിയിലൊരു മനമതകേ സ്വാമി ഇന്ദാവിധം നഗർ വളർമേ നാനു ഇയമ്പൂക്കിറീനുൽ അടി പണിന്തേൻ സ്വാമി ഇയമ്പൂക്കിറീനുൽ അടി പണിന്തേൻ സ്വാമി ഇയമ്പൂക്കിറീനുൽ അടി പണിന്തേൻ തിത്തരികിടത് മൃതക തിളങ്ക് തക്കിടത് മൃതക തതിങ്ങിണത്തം